ഈ ആഗസ്റ്റ് 15-ാം തീയതി രാജ്യത്തിന്റെ 78ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ നടക്കുകയാണ്. നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന വൈദേശിക ആധിപത്യത്തിനെതിരെ നമ്മുടെ രാജ്യം പൊരുതി നേടിയിട്ടുള്ള സ്വാതന്ത്ര്യം പലതരത്തിലും വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് വേണം ജോലി, ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് സമരസംഗമം എന്ന പേരിൽ യുവജനങ്ങളെയും ബഹുജനങ്ങളെയെല്ലാം അണിനിരത്തിക്കൊണ്ട് വലിയ നിലയിൽ സമരപ്രഖ്യാപന സദസ്സുകൾ സംഘടിപ്പിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യമായി ഞങ്ങൾ ഉന്നയിക്കുന്നത് രാജ്യത്തിന്റെ തൊഴിലില്ലായ്മയാണ്. സ്വതന്ത്ര ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും രൂക്ഷമായ തൊഴിലില്ലായ്മയാണ് നമ്മുടെ രാജ്യത്തിലെ യുവത പ്രത്യേകിച്ച് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ രാജ്യത്തിലെ ചെറുപ്പക്കാർക്ക് തൊഴിൽ കിട്ടിയിരുന്ന നിരവധി പൊതുമേഖലാ സ്ഥാപനങ്ങൾ അതെല്ലാം വൻകിട കോർപ്പറേറ്റുകളെ ഏൽപ്പിച്ചതോടുകൂടി അവിടെയെല്ലാം തൊഴിലുകൾ പൂർണ്ണമായും ഇല്ലാതാവുകയാണ്. നമ്മുടെ മുമ്പിലുള്ള നമുക്കെല്ലാം അറിയാവുന്ന നിരവധി ഉദാഹരണങ്ങൾ, അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് രാജ്യത്തെ ടെലികോം മേഖലയിലെ BSNL എന്ന് പറയുന്ന സ്ഥാപനം. BSNL നേരത്തെ 3 ലക്ഷത്തിൽ കൂടുതൽ ഒഴിവുണ്ടായിരുന്നു, 3 ലക്ഷത്തിൽ കൂടുതൽ ജീവനക്കാരുണ്ടായിരുന്നു. ആ സ്ഥാപനം ഇന്ന് ഏതാണ്ട് 50,000-ൽ താഴെ ജീവനക്കാർ മാത്രമുള്ള ഒരു സ്ഥാപനമായി മാറിയിരിക്കുന്നു. അപ്പോൾ കേവലം ലാൻഡ് ഫോൺ കണക്ഷൻ മാത്രമുള്ള കാലത്ത് 3 ലക്ഷം തൊഴിലാളികളാണെങ്കിൽ അത് ഇത്രയും കോടാനുകോടി മനുഷ്യരുടെ കയ്യിൽ ഈ മൊബൈൽ ഫോണും അതുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളെല്ലാം ഉള്ള ഘട്ടത്തിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 35 ലക്ഷം തൊഴിലെങ്കിലും കൊടുക്കാൻ കഴിയുന്ന ഒരു വലിയ പൊതുമേഖലാ സ്ഥാപനമായി വളരേണ്ടതാണ്. പക്ഷേ അങ്ങനെ BSNL വളർന്നില്ല എന്ന് മാത്രമല്ല, നിലവിലുള്ള തൊഴിലവസരങ്ങൾ പൂർണ്ണമായും അവിടെ ഇല്ലാതായി. ഇത് രാജ്യത്ത് ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന് മാത്രം അനുഭവമല്ല. ഈ തിരുവനന്തപുരത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം, അവിടെ ഇനി മെറിറ്റും സാമൂഹ്യനീതിയും സംവരണവും അനുസരിച്ച് ഒരു നിയമനവും നടക്കില്ല. അവിടെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് അദാനിയാണ്. നേരത്തെ അവിടെ ഉണ്ടാവുന്ന ഒഴിവിൽ പൊതു പരീക്ഷ നടത്തി ആളുകളെ എടുക്കുമായിരുന്നു. ആ വിമാനത്താവളം പോയി. ആ വിമാനത്താവളം മാത്രമല്ല, തിരുവനന്തപുരം വിമാനത്താവളം ഉൾപ്പെടെയുള്ള രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 6-7 വിമാനത്താവളങ്ങൾ കൊടുത്തിരിക്കുന്നു, ബാക്കിയും കൊടുക്കാൻ വെച്ചിരിക്കുകയാണ്. ഇന്ത്യൻ റെയിൽവേയിൽ കഴിഞ്ഞ 5-6 വർഷമായിട്ട് നിയമനങ്ങളുടെ കണക്ക് പരിശോധിച്ചാൽ വളരെ വളരെ നിരാശാജനകമാണ്. സ്ഥിരമായി തൊഴിലാളികളെ എടുക്കുന്നില്ല, കരാറടിസ്ഥാനത്തിലാണ് ആളുകളെ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ പാർലമെന്റിൽ MP-മാരുടെ ചോദ്യത്തിന് ഉത്തരമായി ഗവൺമെന്റ് തന്നെ നേരത്തെ കൊടുത്തത് ഏതാണ്ട് 10 ലക്ഷത്തോളം ഒഴിവുകൾ വിവിധ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിൽ ഒഴിഞ്ഞുകിടക്കുന്നു എന്നുള്ളതാണ്. അതെല്ലാം ഒരു 3 വർഷം ഇങ്ങനെ ഒഴിഞ്ഞുകിടന്നാൽ ആ തസ്തിക അത് പിന്നീട് ഇല്ലാതാവും എന്നുകൂടി ആ മറുപടിയിൽ പറയുകയാണ്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം വെച്ച് നോക്കിയാൽ ഇപ്പൊ BSNL പോയി, വിമാനത്താവളം പോയി, LIC സ്വകാര്യവൽക്കരിക്കുന്നു, ബാങ്കിംഗ് സെക്ടറുകളിൽ പുതിയ നിയമനങ്ങൾ നടക്കുന്നില്ല, ക്ലറിക്കൽ പോസ്റ്റിലേക്ക് അപേക്ഷ പോലും വിളിക്കുന്നില്ല. അപ്പൊ ഇങ്ങനെ മൊത്തത്തിൽ നിലവിൽ ഇന്ത്യയിലെ ചെറുപ്പക്കാർ കിട്ടിയിരുന്ന തൊഴിലുകൾ പൂർണ്ണമായും ഇല്ലാതാവുന്നു. അതുമായി ബന്ധപ്പെട്ട ഇടങ്ങളിലെല്ലാം അങ്ങേയറ്റം നിരാശാജനകമായ വാർത്തകൾ മാത്രമേ കേൾക്കുന്നുള്ളൂ. അപ്പോ എക്കണോമിക് സർവേ റിപ്പോർട്ടിനകത്ത് തൊഴിലില്ലായ്മയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പം അവസാനം അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിൽ, ആ ബജറ്റ് പ്രസംഗത്തിൽ നിർമ്മലാ സീതാരാമൻ ഇക്കാര്യത്തെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ചു. എന്നിട്ട് അതിന്റെ ഒരു പ്രതിവിധിയായിട്ട് പറഞ്ഞത് അതും അങ്ങേയറ്റം നിരാശയുണ്ടാക്കുന്ന പ്രസ്താവനയായിരുന്നു. ഞങ്ങള് 2 കോടി ആളുകൾക്ക് ഇന്റേൺഷിപ്പ് കൊടുക്കും എന്നാ പറഞ്ഞു. ഇന്ത്യയിലെ ചെറുപ്പക്കാർ ആവശ്യപ്പെടുന്നത് നമുക്ക് വേണ്ടത് ഇന്റേൺഷിപ്പ് അല്ല. ഇന്റേൺഷിപ്പ് എന്ന് പറയുമ്പോൾ 5,000-10,000 രൂപ മാത്രമാണ് ഒരു ഉദ്യോഗാർത്ഥി കിട്ടാൻ വേണ്ടി പോകുന്നത്. ആ തുക കൊണ്ട് ഈ രാജ്യത്ത് ജീവിക്കാൻ വേണ്ടി കഴിയില്ല. അപ്പൊ സ്ഥിരം തൊഴിൽ കൊടുക്കണം എന്നാണ് രാജ്യത്തുടനീളം DYFI ആവശ്യപ്പെടുന്നത്. അപ്പൊ ഇന്റേൺഷിപ്പ് കൊടുത്തിട്ട് ചെറുപ്പക്കാരെ പറ്റിക്കുന്നു.
സ്ഥിരം തൊഴിൽ തരാമെന്ന് പറഞ്ഞ വലിയ വാഗ്ദാനങ്ങൾ നേരത്തെ വിവിധ ഘട്ടങ്ങളിൽ ഉയർത്തി. തൊഴിൽ കൊടുത്തില്ല എന്ന് മാത്രമല്ല, അവിടെയെല്ലാം സ്വകാര്യവൽക്കരണത്തിന്റെ ഭാഗമായി നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന തൊഴിലുകൾ പൂർണ്ണമായും ഇല്ലാതാവുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ രാജ്യത്തിന്റെ 78 വർഷത്തെ സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ ചെറുപ്പക്കാർക്കിടയിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത്. ആ പ്രതിഷേധത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ആ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട് അതിശക്തമായ സമരത്തിലേക്ക് ഈ നാടിനെ നയിക്കുക എന്ന ഉത്തരവാദിത്തമാണ് ഡിവൈഎഫ്ഐ ആഗസ്റ്റ് 15-ാം തീയതി ഏറ്റെടുക്കുന്നത്. മറ്റൊരു മുദ്രാവാക്യം ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്നുള്ളതാണ്. മതനിരപേക്ഷ ഇന്ത്യ കടുത്ത വെല്ലുവിളികളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. വിവിധ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോ ഒടുവിലത്തെ ഉദാഹരണം കന്യാസ്ത്രീകളെ പിടിച്ച് ജയിലിട്ട അനുഭവമാണ്. അപ്പോ ഹിന്ദു മതത്തിന് പുറത്തു നിൽക്കുന്ന എല്ലാ മതത്തിൽപ്പെട്ടവരും, പ്രത്യേകിച്ച് ദളിത് പിന്നോക്ക ജാതിയിൽപ്പെട്ടവരെല്ലാം രാജ്യം വിട്ടു പോകണം എന്നാണ് കേന്ദ്ര ഗവൺമെന്റ് RSS ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒന്നാമത്തെ ഘട്ടത്തിൽ കടുത്ത മുസ്ലിം വിരുദ്ധത സൃഷ്ടിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നു, വർഗീയതയിലേക്ക് ഈ നാടിനെ നയിക്കുകയാണ്. അപ്പൊ ദളിത് വിരുദ്ധതയും സ്ത്രീ വിരുദ്ധതയും മുസ്ലിം വിരുദ്ധതയും ക്രിസ്ത്യാനികൾക്കെതിരായ കടന്നാക്രമണവും എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോ ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനത്തിന്റെ സമന്നതരായ നേതൃത്വം സ്വപ്നം കണ്ട നിലയിൽ ഈ രാജ്യത്തെ കൊണ്ടുപോവുക, ആ നിലയിൽ ഒരു മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി രാജ്യത്തെ നയിക്കുക എന്ന ഉത്തരവാദിത്തത്തിന് പകരം രാജ്യത്തെ മതസ്വത്വത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഭിന്നിപ്പിക്കാൻ നോക്കുന്നു കേന്ദ്ര ഗവൺമെന്റ്. RSS അതിനാവശ്യമായിട്ടുള്ള ആശയതലം ഇവിടെ സൃഷ്ടിക്കുകയാണ്. അതുകൊണ്ട് മതനിരപേക്ഷ ഇന്ത്യ ഈ രാജ്യത്തിന്റെ 78 വർഷത്തെ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യമായി മതേതരത്വത്തെക്കുറിച്ച്, അതുമായി ബന്ധപ്പെട്ട ആശയത്തെ മുൻനിർത്തിക്കൊണ്ട് ശക്തമായ മുന്നേറ്റം നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ആ ഉത്തരവാദിത്വം ഡിവൈഎഫ്ഐ ഏറ്റെടുക്കുകയാണ്. അതുകൊണ്ട് രാജ്യത്തുടനീളം ഈ സ്വാതന്ത്ര്യത്തിന്റെ ആഘോഷങ്ങൾ നടക്കുന്ന സന്ദർഭത്തിൽ ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയും അതോടൊപ്പം ഇതുപോലെയുള്ള വളരെ പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് രാജ്യത്തെ ഏറ്റവും സാരമായി ബാധിക്കുന്ന വിഷയങ്ങളെ അഡ്രസ് ചെയ്തുകൊണ്ട് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ സമര സംഗമങ്ങൾ തുടക്കം കുറിക്കുക. ആഗസ്റ്റ് 15-ാം തീയതി നടത്തി അവസാനിപ്പിക്കുകയല്ല, ആഗസ്റ്റ് 15-ന് ഇതൊരു തുടക്കമാണ്. ആ സമരസംഗമം വിജയിപ്പിക്കണമെന്ന് ഈ നാട്ടിലെ എല്ലാ വിഭാഗം ആളുകളോടും ഡിവൈഎഫ്ഐ അഭ്യർത്ഥിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഈ പത്രസമ്മേളനത്തിൽ ഉന്നയിക്കാനുള്ളത്, വയനാട് ദുരന്തമുണ്ടായിട്ട് ഒരു വർഷം കഴിഞ്ഞിരിക്കുകയാണ്. ആ ദുരിതബാധിതരെ സഹായിക്കാൻ വേണ്ടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മനുഷ്യസ്നേഹികൾ ഒറ്റ മനസ്സോടുകൂടി കേരളത്തിന്റെ കൂടെ നിന്നു എന്നത് നമ്മുടെ അനുഭവമാണ്. അപ്പൊ ഇത്തരം ദുരന്തങ്ങളെല്ലാം ഉണ്ടാവുന്ന സന്ദർഭത്തിൽ മറ്റൊരിടത്തും കാണാത്ത യോജിപ്പും പാരസ്പര്യവും സ്നേഹവും കരുതലും എല്ലാം നമ്മുടെ നാട് കാണിച്ചു എന്നതിൽ നമുക്ക് അങ്ങേയറ്റം അഭിമാനം തോന്നിയ കാര്യം കൂടിയായിരുന്നു. എന്നാൽ അത്തരം കാര്യങ്ങളിൽ ചില പുഴുക്കുത്തുകൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഇവിടെ ഉണ്ടായി എന്നതാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി മാധ്യമപ്രവർത്തകരായ നിങ്ങൾ ഉൾപ്പെടെ കൊണ്ടുവരുന്ന വാർത്തകളിൽ കൂടി നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അവിടെ ദുരന്തമുണ്ടായ സന്ദർഭത്തിൽ ഡിവൈഎഫ്ഐയുടെ ഭാരവാഹികൾ എന്ന നിലയിൽ ഞങ്ങളെല്ലാം അവിടെ എത്തിയിരുന്നു. ഞങ്ങളുടെ യൂത്ത് ബ്രിഗേഡിന്റെ പ്രവർത്തകർ അവരെ കൊണ്ടാവുന്ന വിധത്തിലുള്ള സേവന പ്രവർത്തനവും രക്ഷാപ്രവർത്തനത്തിന്റെ എല്ലാം ഭാഗമായി അവിടെ വെച്ച് ഡിവൈഎഫ്ഐ വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് ചുരുങ്ങിയത് 25 വീടെങ്കിലും നിർമ്മിച്ചു കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചു. ഞങ്ങൾ അന്നേ പറഞ്ഞത് സർക്കാരിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചും സർക്കാരിന്റെ പുനരധിവാസ പ്രവർത്തനങ്ങളുമായി സഹകരിച്ചും യോജിച്ചും ചെയ്യും എന്നുള്ളതായിരുന്നു. അപ്പൊ ഞങ്ങൾ 25 വീടിന് വേണ്ടി ജനങ്ങളെ സമീപിച്ചപ്പോൾ ഞങ്ങൾക്ക് 20 കോടിയിൽ കൂടുതൽ തുക സമാഹരിക്കാൻ വേണ്ടി കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് സർക്കാരുമായി വീണ്ടും ചർച്ച നടത്തി. സർക്കാർ പിന്നീട് ഞങ്ങളെ അറിയിച്ചത് ഒരു വീടിന് 20 ലക്ഷം കണക്കാക്കിക്കൊണ്ടുള്ള
സ്പോൺസർഷിപ്പ് തുക, അങ്ങനെ 20 ലക്ഷം വീതം തന്നാൽ അതിന് കണക്കായ വീടുകളുടെ എണ്ണം ആ നിലയിൽ പരിഗണിക്കും എന്നുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ 100 വീടിന്റെ തുകയായിട്ടുള്ള 20 ലക്ഷം വെച്ച് 20 കോടി കൊടുത്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട സമ്മതപത്രം കൈമാറലും കരാറിലും ഏർപ്പെട്ട് ആ കാര്യങ്ങൾ മുന്നോട്ട് പോയി. എന്നാൽ അതേ സന്ദർഭത്തിൽ യൂത്ത് കോൺഗ്രസ് അവിടെ വെച്ച് 30 വീട് എന്നൊരു പ്രഖ്യാപനം നടത്തി. ആ 30 വീട് പ്രഖ്യാപനം നടത്തിയിട്ട് 1 വർഷം കഴിഞ്ഞിട്ടും സർക്കാരുമായി ഒരു ധാരണയിലും എത്തിയിട്ടില്ല. ഇനിയിപ്പോൾ അവർ പ്രത്യേകിച്ച് നിർമ്മിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചിട്ടില്ല. അവരുടെ വീട് പ്രതീക്ഷിച്ച് സർക്കാരിന്റെ വീട് വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ധാരാളം ആളുകൾ അവിടെ ഉണ്ട് എന്നാണ് ഞങ്ങളിപ്പോൾ കഴിഞ്ഞ ദിവസം അവിടെ പോയപ്പോൾ മനസ്സിലാക്കിയത്. പക്ഷെ ആ വീട് നഷ്ടപ്പെട്ട ആളോട് കൊടിയ വഞ്ചനയാണ് യൂത്ത് കോൺഗ്രസ് നടത്തിയത്. ഇപ്പോ ഉയർന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം, ഇത് യൂത്ത് കോൺഗ്രസിനെ മാത്രം ബാധിക്കുന്ന ഒരു സംഘടനാ വിഷയമല്ല, ഈ നാടിനെയാകെ ബാധിക്കുന്ന ഒരു വിഷയമായി മാറിയിരിക്കുകയാണ്. കാരണം ഇത്തരം സന്ദർഭങ്ങളിൽ സഹായം കൊടുക്കുന്നത് കക്ഷി രാഷ്ട്രീയത്തിൽ അതീതമായിട്ടാണ്. ഇപ്പൊ യൂത്ത് കോൺഗ്രസിനെ ഞങ്ങളൊരു പണം ഏൽപ്പിച്ചാൽ അത് ആ ദുരന്തബാധിതർക്ക് കിട്ടും എന്നാണ് കേരളത്തിലെ ജനങ്ങൾ കരുതിയിട്ടുണ്ടാവുക. അങ്ങനെ ഏൽപ്പിച്ച ചില ആളുകൾ യൂത്ത് കോൺഗ്രസിനെതിരായി കേസ് കൊടുത്ത അനുഭവമുണ്ടായി. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ക്യാമ്പിൽ വെച്ച് ഞങ്ങൾ കൊടുത്ത പണം എങ്ങനെ ഉപയോഗപ്പെടുത്തിയെന്ന ചോദ്യം ഉയരുകയാണ്. ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ വിവിധ കമ്മിറ്റി അംഗങ്ങളെ സസ്പെൻഡ് ചെയ്തു എന്നാണ് പിന്നീട് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. ഇപ്പൊ കണ്ണൂരിൽ നിന്നും KC വിജയൻ എന്ന് പറയുന്ന DCCയുടെ സെക്രട്ടറി ഉയർന്ന ഒരു നേതാവാണ്. അദ്ദേഹത്തിന്റെ ഒരു ശബ്ദ സന്ദേശം പുറത്തേക്ക് വന്നു. അദ്ദേഹം പറയുന്നത് വയനാടിന്റെ പേരിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ പിരിച്ചു മുക്കി വ്യാജ കാർഡ് അടിച്ച നിലയിൽ നിന്നും ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറയുന്ന ഫോൺ സന്ദേശം നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും. അതുകൂടാതെ വയനാട്ടിൽ നിന്ന് ജിബിൻ മമ്പള്ളി എന്ന് പറയുന്ന ഒരു നേതാവിനെ സസ്പെൻഡ് ചെയ്യുന്ന നിലയുണ്ടായി. ചേളന്നൂർ യൂത്ത് കോൺഗ്രസ് നേതാവ് PM അനസിനെ പുറത്താക്കിയായിട്ടുള്ള വാർത്തകൾ വന്നു. ഇതിന്റെ എല്ലാം അടിസ്ഥാനം വയനാടിന്റെ പേരിൽ ഫണ്ട് പിരിച്ചു, അത് വെട്ടിപ്പ് നടത്തി എന്നൊരു വിഭാഗം പറയുന്നു. ആ പിരിച്ച ഫണ്ടിനെ എന്ത് ചെയ്തു എന്ന് നേതൃത്വത്തെ ചോദ്യം ചെയ്തപ്പോഴാണ് ഞങ്ങളെ പുറത്താക്കിയത് എന്ന് പുറത്താക്കിയവർ പറയുന്നു. ഏതായാലും കാര്യങ്ങൾ വന്നു നോക്കുമ്പോൾ കേവലം 88 ലക്ഷം രൂപ മാത്രമാണ് യൂത്ത് കോൺഗ്രസിന്റെ അക്കൌണ്ടിൽ അവശേഷിച്ചിട്ടുള്ളത്. ഞങ്ങൾ ചോദിക്കുന്നത്, ഇപ്പം യൂത്ത് കോൺഗ്രസ് നേതാവ് വന്നിട്ട് പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു ഇതാ 88 ലക്ഷമേ ഉള്ളൂ, ഇതാണ് രേഖ എന്നാണ് പറഞ്ഞത്. പക്ഷെ ഒരു കാര്യമുണ്ട്, എല്ലാ പണവും അക്കൌണ്ട് വഴി മാത്രമേ പിരിച്ചിട്ടുള്ളൂ എന്ന് യൂത്ത് കോൺഗ്രസ് ഒരാളും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ചോദിക്കുന്നത് എല്ലാ പണവും അക്കൌണ്ട് വഴി മാത്രമേ നിങ്ങൾ വാങ്ങിയിട്ടുള്ളൂ എന്ന ചോദ്യമാണ്. ആ ചോദ്യം പല മാധ്യമപ്രവർത്തകരും ഇവിടെ ചോദിച്ചായി കണ്ടില്ല. അപ്പൊ ഞങ്ങൾ മനസ്സിലാക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ ക്യാമ്പിൽ നിന്ന് ഉയരുന്ന വാദം, കോടിക്കണക്കിന് രൂപ വിദേശത്ത് നിന്ന് മറ്റു പല ബിസിനസ്സുകാരിൽ നിന്നെല്ലാം വാങ്ങിയിട്ടുണ്ട്. അതെല്ലാം ഏത് അക്കൌണ്ടിലാണ് വാങ്ങിയത് എന്ന് ഒരു നിശ്ചയവുമില്ല. അതുകൊണ്ട് 88 ലക്ഷം രൂപ മണ്ഡലം കമ്മിറ്റികൾ കൊടുത്തു എന്നതിനപ്പുറത്ത് വേറെ ഏതെല്ലാം വഴി, എന്തെല്ലാം ചലഞ്ചുകൾ വഴി പണം സമാഹരിച്ചു എന്ന് പറയേണ്ട ഉത്തരവാദിത്വം യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് ഫണ്ട് ഇങ്ങനെയുള്ള ദുരന്ത ബാധിത പ്രദേശത്ത് പോയി ആവേശത്തോടുകൂടി പത്രസമ്മേളനം നടത്തി ജനങ്ങളിൽ നിന്ന് പണം പിരിച്ച് ആ പണം യഥാർത്ഥ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാതിരിക്കുന്നത്, അതൊന്നും ഒരു ഉത്തരവാദിത്തപ്പെട്ട സംഘടനയ്ക്ക് ചേർന്ന പണിയല്ല. ഇത് കേരളത്തിലെ മൊത്തം യുവജന സംഘടനകൾക്കും പൊതുപ്രവർത്തകർക്കും അപമാനമുണ്ടാക്കുന്ന ഒന്നാണ്. കാരണം കേരളം പോലെയുള്ളൊരു പ്രബുദ്ധമായ രാഷ്ട്രീയം സംസ്കാരം സൂക്ഷിക്കുന്ന ഒരു നാട്ടിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു യുവജന സംഘടന ഇങ്ങനെ പണം പിരിച്ച് കൊള്ളയടിക്കാൻ പാടില്ല. ഇത് സംബന്ധിച്ച് DYFI നിയമപരമായിട്ടുള്ള നടപടികൾ സംബന്ധിച്ച് ആലോചിക്കും. ഇപ്പോൾ ഒടുവിൽ ഇത്തരം കാര്യങ്ങൾ ഉയർന്നു വന്നപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ ഭൂമി എടുത്തിട്ടുണ്ട് എന്നൊരു കള്ളം പറഞ്ഞു. വിവിധ കളവുകൾ അവർ പറഞ്ഞു. അവസാനം ഈ ജൂലൈ മാസം 30-ാം തീയതി രാവിലെ ഒരു ചാനൽ അഭിമുഖത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് പറഞ്ഞു ഞങ്ങൾ ഭൂമി എടുത്തു എന്നാ പറഞ്ഞത്. ആ എടുത്ത ഭൂമി എവിടെ എന്ന ചോദ്യം DYFI ഉന്നയിക്കുകയാണ്. ഞങ്ങൾ ഇന്നേ സ്ഥലത്ത് ഇന്നേ വില്ലേജ് ഓഫീസിൽ വില്ലേജിന്റെ ഭാഗമായിട്ടുള്ള സ്ഥലം എടുത്തിട്ടുണ്ടോ, ഇന്നേ സർവേ നമ്പർ പ്രകാരമുള്ള സ്ഥലം ഏറ്റെടുത്തോ എന്ന് പറയാനുള്ള മര്യാദയും മാന്യതയും സത്യസന്ധതയും നിങ്ങൾ കാണിക്കണം. ഭൂമി എടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നീട് പറഞ്ഞു 31-ാം തീയതി തറക്കല്ലിടും എന്ന് പറഞ്ഞു.
31 കഴിഞ്ഞിട്ട് ഇപ്പൊ ഇന്ന് ആഗസ്റ്റ് 6 ഒരു സ്ഥലത്തും ഒരു തറക്കല്ലും ഇട്ടിട്ടില്ല. കോൺഗ്രസും പറഞ്ഞു ഞങ്ങളും കൊടുക്കുന്നു വീട് എന്ന് പറഞ്ഞു. മുഖ്യമന്ത്രി പങ്കെടുത്ത അവിടുത്തെ തറക്കല്ലിടൽ പരിപാടിയിൽ ഞങ്ങളെല്ലാം ആ പരിപാടിയിൽ പങ്കെടുത്തവരാ. മുൻനിരയിൽ ഞങ്ങളും ഇരുന്നിരുന്നു. അപ്പൊ അവിടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആ സ്റ്റേജിൽ വന്നിട്ട് പ്രസംഗിച്ചു, നിങ്ങളുണ്ടാവും. രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച 100 വീട് ഞങ്ങൾ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള പദ്ധതിയിലാണ് പെടുത്തിയിരിക്കുന്നത്. പരസ്യമായി പ്രഖ്യാപിച്ചു. ഞങ്ങളെല്ലാം കൈയടിച്ചു. വയനാട്ടിലെ ജനങ്ങൾ അത് സ്വാഗതം ചെയ്തു. പക്ഷേ വർഷം 1 കഴിഞ്ഞു. അവിടെ ടൗൺഷിപ്പിന്റെ നിർമ്മാണം വലിയ പുരോഗതിയിലേക്ക് പോകുന്നു. അത് സംബന്ധിച്ചും ഒരു അഭിപ്രായവും ഒരു കാര്യവും പിന്നീട് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ അവസ്ഥ ഇതാണെങ്കിൽ ലീഗും ഒട്ടും ഭിന്നരല്ല. മുസ്ലിം ലീഗ് പറഞ്ഞു ഞങ്ങള് പ്രത്യേകിച്ച് ഒരു സ്ഥലം കണ്ടെത്തി അവിടെ വീട് നിർമ്മിച്ചു കൊടുക്കും എന്നാ പറഞ്ഞത്. 36 കോടിയാണ് ലീഗ് ആപ്പ് വഴി പിരിച്ചത്. ആപ്പ് വഴി പിരിച്ച ആ പണം ഉപയോഗപ്പെടുത്തി ഏത് സ്ഥലത്താണ് അവർ ഭൂമി എടുത്തത്? ആ ഭൂമി ഏറ്റെടുത്തതിൽ വലിയ ക്രമക്കേട് നടന്നു, അഴിമതി നടന്നു എന്നാണ് ലീഗിൽ നിന്ന് വരുന്ന വാദം. മുസ്ലിം ലീഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവിന്റെ ബന്ധുവിന്റെ ഭൂമിയാണ് ഏറ്റെടുത്തത്. ഇവർ ഏറ്റെടുത്ത തുക അവിടെ സാധാരണ നിലയിൽ നടന്ന കച്ചവടത്തിന് ഉണ്ടായിട്ടില്ല. അപ്പോ അതും വലിയ കൊള്ളയാണ്. ഉന്നാവയുടെ പേരിൽ, കത്തുവയുടെ പേരിലെല്ലാം പണം പിരിച്ച് മുക്കിയ യൂത്ത് ലീഗ്, മുതിർന്ന ലീഗ്. നമുക്ക് ഓർമ്മയുണ്ടല്ലോ സുനാമി തട്ടിപ്പ് സംബന്ധിച്ച്. അവിടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് തന്നെയാണ് ആരോപണമായി മുന്നോട്ട് വന്നത്. അപ്പോൾ യൂത്ത് ലീഗും മുസ്ലിം ലീഗുമെല്ലാം ഈ വിഷയത്തിൽ അഴിമതിയുടെ നിഴലിലാണ്. അപ്പോൾ വലതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന, UDF ഭാഗമായി നിൽക്കുന്ന യൂത്ത് ലീഗ്, യൂത്ത് കോൺഗ്രസ്, കോൺഗ്രസ്, മുസ്ലിം ലീഗ് എല്ലാം വലിയ പണം ഈ ദുരന്ത ബാധിതരെ മുൻനിർത്തി പിരിച്ച് യഥാർത്ഥ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് നിങ്ങൾ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ കൊണ്ടുവന്ന വാർത്തകൾ നോക്കിയാൽ മനസ്സിലാവുക. ഇത് കേരളത്തിന് അങ്ങേയറ്റം അപമാനമാണ്. ഇങ്ങനെയുള്ള ദുരന്തങ്ങളെ ചേർത്ത് പിടിച്ച ഒരു ജനതയോടുള്ള വെല്ലുവിളിയാണ്. ഇത് രാഷ്ട്രീയത്തിൽ ജനങ്ങൾക്കുള്ള വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന അങ്ങേയറ്റം തരംതാണ ഏർപ്പാടാണ്. അതുകൊണ്ട് ഇത് കേരളത്തിലെ ജനങ്ങൾ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഡിവൈഎഫ്ഐ ഈ വിഷയം സജീവമായി ഉയർത്തിക്കൊണ്ടുവരാൻ തന്നെയാണ് ആലോചിച്ചിട്ടുള്ളത്. ഞങ്ങള് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ബ്ലോക്ക് കേന്ദ്രങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട ജാഗ്രതാ സായാഹ്നങ്ങൾ സംഘടിപ്പിക്കുകയാണ്. ജനങ്ങളോട് ഇത് സംബന്ധിച്ച് വിശദമായി തന്നെ പറയണം എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ജനങ്ങളിൽ നിന്നും പിരിച്ച പണത്തിന് കണക്ക് പറയണം. അത് യഥാർത്ഥ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കണം. അത് വെട്ടിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ട്. ഇനി മേലാൽ ഇത്തരം ദുരന്തമുണ്ടാവുന്ന സന്ദർഭത്തിൽ അതൊരവസരമാക്കിയെടുത്ത് ജനങ്ങളെ പറ്റിക്കാനുള്ള ഒരു ത്വര ഉണ്ടാവാൻ വേണ്ടി പാടില്ല. അതിലെല്ലാവരും ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഇത്തരം കൊള്ള സംഘങ്ങളെ നമ്മുടെ നാട് തിരിച്ചറിയണം. അക്ഷരാർത്ഥത്തിൽ ഇതെല്ലാം ജനാധിപത്യ സംഘടനകൾ എന്ന് പറയുകയും നമ്മുടെ ജനങ്ങളെ കൊള്ളയടിക്കുന്ന കൊള്ള സംഘങ്ങളായി മാറിയിരിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. ജില്ലയിലും തുടർന്ന് കേരളത്തിലെ വിവിധ ബ്ലോക്ക് കേന്ദ്രങ്ങളിലും പരിപാടി അതുണ്ടാവും. വയനാട്ടിൽ വെച്ച് പരിപാടി നടത്തും. നമ്മുടെ ആഗസ്റ്റ് 13 മുതൽ 20 വരെയാണ് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടി. ഡിവൈഎഫ്ഐക്ക് ഒറ്റ അഭിപ്രായമുള്ളൂ. അടൂർ ഗോപാലകൃഷ്ണന്റെ ആ പ്രസ്താവന പിൻവലിക്കണം. നമ്മുടെ ഇതുപോലൊരു സമൂഹത്തില് ഒട്ടും ചേർന്ന ഒരു പ്രസ്താവനയല്ല. അത് അങ്ങേറ്റം സ്ത്രീവിരുദ്ധമാണ്. അത് അങ്ങേറ്റം ദളിത് വിരുദ്ധമാണ്. ഒരു ഫ്യൂഡൽ മൂല്യബോധത്തെ പിൻപറ്റിക്കൊണ്ടാണ് അത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത്. അതൊന്നും ആധുനിക സമൂഹത്തിൽ പറയാൻ പാടില്ലാത്തതാണ്. സഹകരണ ബാങ്കുകൾ കേന്ദ്രീകരിച്ച് വലിയ തട്ടിപ്പുകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ മുണ്ടേല രാജീവ് ഗാന്ധി സഹകരണ ബാങ്കിൽ തന്നെ 40 കോടിയുടെ തട്ടിപ്പ് നടത്തുന്നതാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ ആ ബാങ്കിന്റെ പ്രസിഡന്റ് നേരത്തെ ആത്മഹത്യ ചെയ്തു. കഴിഞ്ഞ ദിവസം മനോരമയുടെ ലേഖകൻ ഈ പണം നിക്ഷേപിച്ച ആളാണ്.
ഏതാണ്ട് 1.5 കോടിയേറെ രൂപ നിക്ഷേപിച്ചിട്ടുണ്ട്. അയാൾ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യമാണ്. അതായത് ഈ സഹകരണ ബാങ്കുകൾ കേന്ദ്രീകരിച്ച് നടന്ന തട്ടിപ്പ് ഇന്നിപ്പോ തിരുവനന്തപുരത്തെ വാർത്തയാണ് ഇപ്പോൾ ഒടുവിൽ ഉണ്ടായിട്ടുള്ളത്. അവരൊരു 1.25 കോടി രൂപ നിക്ഷേപിച്ചിട്ട് ആ നിക്ഷേപം തിരിച്ചു കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അവിടെ ഉണ്ടായിട്ടുള്ള പ്രശ്നം. അപ്പൊ ആ നിക്ഷേപം തിരിച്ചു കിട്ടാത്തത് കൊണ്ട് പ്രയാസം കൊണ്ടാണ് മരിച്ചത്. അവിടെ ഇപ്പോൾ ഡിവൈഎഫ്ഐ പ്രതിഷേധ മാർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇത്തരം ബാങ്കുകൾ കേന്ദ്രീകരിച്ച് ഉയർത്തിക്കൊണ്ടുവരാണ് ഡിവൈഎഫ്ഐ ആലോചിച്ചുള്ളത്. സഹകരണ ബാങ്കുകൾ കേന്ദ്രീകരിച്ച് തട്ടിപ്പ് നടത്തുന്ന എല്ലാ സംഘങ്ങളെയും പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട്. പക്ഷേ മാധ്യമങ്ങൾ ആ കാര്യത്തിൽ കാണിക്കുന്ന ഒരു നിഷ്പക്ഷമല്ലാത്ത മനോഭാവമുണ്ട്. മലയാള മനോരമയുടെ ലേഖകൻ തന്നെ മരണമടഞ്ഞിട്ടും അങ്ങനെ കാര്യമായ ഒരു ചർച്ചയൊന്നും ഉയർന്നു വരുന്നതായി കാണുന്നില്ല. അപ്പൊ ചില ബാങ്കുകളാണെങ്കിൽ ആവേശത്തോടുകൂടി വൈകുന്നേരങ്ങളിൽ അന്തിച്ചർച്ചയാവാം. എന്നാൽ ചില ബാങ്കുകളിൽ കോൺഗ്രസുകാർ തട്ടിപ്പ് നടത്തിയാൽ അത് വേണ്ടത്ര ശ്രദ്ധയില്ലാത്ത പ്രശ്നങ്ങളുമുണ്ട്. അതിലെ ഞങ്ങൾ നേരത്തെയും പറയുന്നതാണ്, ലഹരിക്കെതിരെ ശക്തമായ പോരാട്ടം ഡിവൈഎഫ്ഐ നടത്തുന്നുണ്ട്. എല്ലാ യുവജന സംഘടനകളും ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ അണിനിരക്കണം എന്ന് തന്നെയാണ് ഡിവൈഎഫ്ഐയും ഇവിടെയുള്ള പൊതുസമൂഹവും ഒക്കെ ആഗ്രഹിക്കുന്നത്. എന്നാൽ അതിൽ നിന്ന് വിഭിന്നമായി ഇപ്പോ ഈ ഒരു ഗുജേറിന്റെ കേസ് മാത്രമല്ല, കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ചില കേസുകളുണ്ട്. നിങ്ങൾ അറിഞ്ഞോന്നറിയില്ല, MK മസൂദ് കാസർകോട്ടെ ലീഗിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ്. ഒരു ബാങ്കിന്റെ ഡയറക്ടർ കൂടിയാണ്. അവിടെ ഉദുമയിലെ മേലമ്പാടി ലീഗ് കൌൺസിലറാണ്. മേലമ്പാടി പഞ്ചായത്തിന്റെ ലീഗ് കൌൺസിലറാണ്. 123 കിലോ കഞ്ചാവുമായി ഇവിടെ നിന്ന് പിടിച്ചു, കർണാടകയിൽ നിന്ന് പിടിച്ചു. ഇതൊരു സംഭവമാണ്. അതിന്റെ കുറച്ചു മുൻപ് ഒരു സാദിഖ് അലി കൂമ്പാറ MDMAയുമായിട്ട് യൂത്ത് ലീഗിന്റെ നേതാവ് പിടിക്കപ്പെട്ടു. കോഴിക്കോടാണ്. MDMAയുമായി പിടിക്കപ്പെട്ടു. ഇവരെയൊക്കെ പിടിക്കുന്നതും ഇവരെയൊക്കെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നതും ഉപയോഗിച്ചതിന്റെ പേരിലല്ല, വിൽപ്പന നടത്തി എന്നുള്ളതാണ്. ഇവരിതിന്റെ വലിയ ഏജന്റുമാരായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. മുസ്ലിം ലീഗിന്റെ നേതൃത്വം ഇതിന്റെ നേതൃത്വമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാ കിട്ടുന്ന വിവരങ്ങളെല്ലാം. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതെല്ലാം പരിശോധിക്കേണ്ടതുണ്ട്. വേറൊരാളുടെ ഒരു ഷഫീർ മോട്ടുമൽ കാവിലുംപാറയിലാണ്. ഇപ്പോ ദുബായിലോ മറ്റോ ജയിലിലാണ്, വിദേശത്ത് ജയിലിലാണ്. അതിന് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോവാം. ഇവരൊക്കെ തമ്മിൽ ബന്ധമുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന വിവരം. ഇപ്പൊ യൂത്ത് ലീഗ് തന്നെ ഇതിനൊരു മൗനാനുവാദം കൊടുക്കുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം ഞങ്ങൾക്കാകെയുണ്ട്. ഇവർക്ക് എന്ത് മാർഗവും ഉപയോഗിച്ച് പണം ഉണ്ടാക്കാം എന്നുള്ളതിലേക്ക് ഈ യൂത്ത് ലീഗും മുസ്ലിം ലീഗും ഒക്കെ പോകുന്നു എന്നുള്ള കാഴ്ചകളാണ് കാണുന്നത്. ഇപ്പൊ മറ്റു രണ്ട് വിഷയമുണ്ട്. ഒന്നൊരു ഫൈസൽ എടശ്ശേരി, യൂത്ത് ലീഗ് മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പറാ ഫൈസൽ എടേരി. 50 ലക്ഷം വില വരുന്ന സ്വർണം നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു. അദ്ദേഹം ഒരു യാത്ര കഴിഞ്ഞ് വരുന്ന വഴിക്ക് 2023 ഓഗസ്റ്റ് മാസം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഈ പറയാൻ പറ്റാത്ത ഭാഗങ്ങളിലോ മറ്റോ വെച്ചു. അങ്ങനെയാണല്ലോ സ്വർണം കടത്തുന്നത്. ഇവര് കൊണ്ടുവന്ന് പിടിച്ചു. ജാമ്യത്തിലാണ്. ജില്ലാ പഞ്ചായത്ത് മെമ്പറാ മുസ്ലിം ലീഗിന്റെ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റാ. അതൊന്ന്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു TP ഹാരിസ് മറ്റൊരു ജില്ലാ പഞ്ചായത്ത് മെമ്പറാ. ആരുടെ? മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാവാ. 25 കോടിയിലധികം രൂപ മുസ്ലിം ലീഗ് പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് നിക്ഷേപമായി സ്വീകരിച്ച് ലാഭം കൊടുക്കാമെന്ന് പറഞ്ഞു പറ്റിച്ചു. ഇതാ TP ഹാരിസിൽ മാത്രം നിൽക്കുന്നതാണോ? ജില്ലാ പഞ്ചായത്തിലെ പല പ്രവർത്തികളും ഏറ്റെടുക്കാം, അതിൽ നിന്ന് ലാഭം കിട്ടും, ഞങ്ങൾ ആ ലാഭവിഹിതം നിങ്ങൾക്ക് തരാം. ആരാ പറയുന്നത്? മുസ്ലിം ലീഗ് നേതാവാ. എന്നിട്ട് ലാഭവിഹിതവും ഇല്ല, മുതലുമില്ല. ആള് മുങ്ങി, പോലീസ് പിടിച്ചു. ഇപ്പോ റിമാൻഡിലാണ്, അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക. ഇതിൽ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിന് പങ്കില്ലേ? പങ്കില്ലാതെ ഒരാൾ ഒറ്റയ്ക്ക് ഇത്രയധികം കോടികളുടെ ഇടപാട് നടത്തുമോ? ഇങ്ങനെ ഒരു ഭാഗത്ത് ലഹരി ഇടപാട് നടത്തുന്നു, മറുഭാഗത്ത് ഇങ്ങനെയുള്ള സ്വർണ്ണക്കടത്ത് നടത്തുന്നു, ഇതുപോലെ നിക്ഷേപം വാങ്ങി തട്ടിപ്പ് നടത്തുന്നു. മുസ്ലിം ലീഗ് തട്ടിപ്പ് സംഘങ്ങളുടെ ഒരു കേന്ദ്രമായി മാറി എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഹജ്ജിന്റെ പേരിൽ ഈ TP ഹാരിസ് നിങ്ങൾ പരിശോധിക്കണം. ഹജ്ജ് ഹൌസിൽ അവിടെ ക്യാമ്പ് നടക്കാറുണ്ട്. ആ ക്യാമ്പിന് ആയുർവേദ ചികിത്സയോ ആയുർവേദ മരുന്നോ ഒക്കെ കൊടുക്കാം. അതിന്റെ പേരിൽ എന്ത് ചെയ്യാണ്? ഇവര് നിക്ഷേപം വാങ്ങുക. അവിടെ ആയുർവേദ മരുന്ന് സപ്ലൈ ചെയ്യാൻ വേണ്ടി പണം വാങ്ങി എന്നുള്ളതാ മറ്റൊരു ആക്ഷേപം. അങ്ങനെ നിരവധി പരാതി TP ഹാരിസിനെതിരെ വരിക. ഇവിടെ എന്താ സംഭവം?
മുസ്ലിം ലീഗ് ഈ തട്ടിപ്പുകാരെയൊക്കെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. ഇവരുടെ നേതൃത്വമാകെ ഇതിനു പിന്തുണ കൊടുക്കുന്നു. ഒരു ഭാഗത്ത് ലഹരി കച്ചവടം, ഒരു ഭാഗത്ത് സ്വർണ്ണ കച്ചവടം, ഒരു ഭാഗത്ത് തട്ടിപ്പ്. ഇങ്ങനെ തട്ടിപ്പ് സംഘങ്ങളുടെ കേന്ദ്രമായി മുസ്ലിം ലീഗ് മാറുമ്പോ സാക്ഷാൽ പാണക്കാട്ട് തങ്ങൾ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഇതിലൊരു നിലപാട് പറയണം. എന്താണ് ഈ മുസ്ലിം ലീഗിന്റെ നേതൃത്വം ഇങ്ങനെ വഴിവിട്ട് പണമുണ്ടാക്കാൻ, എളുപ്പത്തിൽ പണമുണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങി പുറപ്പെടുന്നത്? ഇവരിടപെടണ്ടേ ഇതിനകത്ത്? നാട്ടിലെ സകല കാര്യങ്ങൾക്കും അഭിപ്രായം പറഞ്ഞ് എല്ലാവർക്കെതിരെയും ആക്ഷേപം ചൊരിയുന്നവരാണല്ലോ മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗ് ഈ വിഷയത്തിൽ കൃത്യമായ നിലപാട് പറയണം. ഇതിനെതിരെയൊക്കെ ശക്തമായ പ്രക്ഷോഭം ഡിവൈഎഫ്ഐ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പ്രക്ഷോഭത്തിന്റെയും ഈ കണ്ടെത്തലിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ നിയമപരമായി കാര്യക്ഷമമായ അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇതെല്ലാം തുറന്നു കാണിക്കുന്ന പ്രവർത്തനത്തിന് ഞങ്ങൾ നേതൃത്വം കൊടുക്കും. തീർച്ചയായും ആരൊക്കെയുണ്ടോ അവരിലേക്കൊക്കെ അന്വേഷണം പോകണം. ഇപ്പൊ ഒരാളുടെ സഹോദരനായി എന്നുള്ളതല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിലൊരു തെറ്റ്. പക്ഷെ നമ്മൾ ഇവിടെയൊക്കെ കാണേണ്ടത് കുറച്ച് ബാക്ക് ഫയൽ എടുക്കണം. നിങ്ങളാ പരിശോധിക്കേണ്ടത്. നിരവധി ക്യാമറകൾ വെച്ച് ഇവിടെ മറ്റൊരു പാർട്ടി നേതാവിന്റെ, ഞങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഞങ്ങളുടെ നേതാവിന്റെ വീടിന്റെ മുമ്പിലേക്ക് പോയിരുന്നല്ലോ. എന്തേ പോവാത്തത്? എന്തേ ആ ഒരു തലത്തിലേക്ക് അന്വേഷണം ചെല്ലാത്തത്? ഈ ഒരു നിങ്ങളുടെ മാധ്യമ അന്വേഷണം ചെല്ലാത്തത്? അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരാളുടെ കുടുംബമായി, ബന്ധുവായി അതുകൊണ്ടൊന്നും അന്വേഷണം വേണം എന്നുള്ളതല്ല. ഈ ലഹരി വിഷയത്തിലായാലും ഈ തട്ടിപ്പ് സംഘങ്ങളുടെ കാര്യത്തിലായാലും ഒക്കെ കൃത്യമായ അന്വേഷണം ഉണ്ടാകണം. ഇങ്ങനെ മുസ്ലിം ലീഗ് ഈ വഴിവിട്ട രീതിയിൽ പണം ഉണ്ടാക്കുന്നുണ്ട് എന്ന് നിരവധി ഉദാഹരണങ്ങളിലൂടെ ഇപ്പോ തെളിഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പൊ നേരത്തെ സനോജ് സൂചിപ്പിച്ചു, വയനാട്ടിൽ ഭൂമി വാങ്ങിയതുമായി ബന്ധപ്പെട്ട് ആക്ഷേപമുണ്ട്. മറ്റൊരു നേതാവിന്റെ വീട്ടിൽ നിന്നായിരുന്നല്ലോ 45 ലക്ഷമോ മറ്റോ പിടിച്ചത്, ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ഒന്നിച്ച് പണം പിടിച്ചത്. അപ്പൊ മുസ്ലിം ലീഗ് ഇങ്ങനെ ഒരു എന്ത് മാർഗേനയും പണമുണ്ടാക്കുന്നവരുടെ കേന്ദ്രമായി മാറിയിട്ടുണ്ട്. അപ്പൊ സമഗ്രമായ അന്വേഷണം മുസ്ലിം ലീഗ് നേതാക്കന്മാർക്ക് നേരെ നടത്തേണ്ടതുണ്ട്. ഇവരുടെ സമ്പത്തും ഇവരുടെ ഇടപാടുകളും ഈ ലഹരി മാഫിയ ബന്ധങ്ങളും ഈ സ്വർണ്ണക്കടത്ത് ബന്ധങ്ങളും ഈ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗത്തിന്റെ ഈ ഒരു വാർത്തയുടെയും അന്വേഷണത്തിന്റെയും ഒക്കെ ഭാഗമായിട്ടുള്ള അന്വേഷണവും ഒക്കെ നടക്കേണ്ടതുണ്ട്. മുസ്ലിം ലീഗിന്റെ ഈ ഒരു ഇടപെടലിൽ അടിമുടി ദുരൂഹതയുണ്ട്. ഇല്ല, അതെല്ലാം ഒരു കള്ളക്കേസാണ്. അത് അവിടെയുള്ള സജീവമായി അവിടെ പൊതുപ്രവർത്തനത്തിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന ആളുകളെയാണ് ആ കേസിൽ പ്രതിയേർക്കപ്പെട്ടുള്ളത്. അവർ CPM-ന്റെ നേതാക്കന്മാരാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും കള്ളക്കേസിൽ കുടുക്കി അവരെ അതിനകത്ത് പ്രതിയേർത്ത് അവരെ ജയിലിലേക്ക് അയക്കുകയാണ്. അപ്പൊ അവരുടെ കാര്യങ്ങളെല്ലാം അവിടുത്തെ പാർട്ടി ഇടപെടും. ശൈലജ ടീച്ചർ അവിടുത്തെ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് കൂടിയാണ്. ടീച്ചറുടെ നാട്ടിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. അതിലൊന്നും ഒരു അസ്വാഭാവികതയില്ല. ശരി, ഇതിലുണ്ടോ? വേറെ കാര്യം, TCS 12,000-ൽ കൂടുതൽ തൊഴിലാളികളെ പിരിച്ചുവിട്ട ഒരു പുതിയ പ്രശ്നം ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോ ഇത് പുതിയ ഈ തൊഴിൽ മേഖല ഉണ്ടാകുന്ന ഈ പ്രശ്നത്തിന്റെ കൂടി ഭാഗമാണ്. ഇപ്പൊ TCS ഉൾപ്പെടെയുള്ള വിവിധ കമ്പനികളിൽ നിന്ന് മുന്നറിയിപ്പില്ലാതെ പിരിച്ചുവിടുന്നത് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. നിയമന ഉത്തരവ് കിട്ടി മറ്റു ചില കമ്പനികളിൽ നിന്ന് ജോലി രാജിവെച്ച് TCS-ലേക്ക് ജോലിയെടുക്കാൻ ദിവസങ്ങൾ ഇങ്ങനെ മണിക്കൂറുകൾ എണ്ണി നിൽക്കുന്നവരെയാണ് ജോലിയില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്നത്. അത് യുവജനങ്ങളോടുള്ള അങ്ങേയറ്റത്തെ അവരുടെ വെല്ലുവിളിയാണ്. അപ്പൊ TCS-നോടും ബന്ധപ്പെട്ട അധികാരികളോടും ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് ഈ തൊഴിലാളികളുടെ, ഈ യുവാക്കളുടെ പ്രശ്നത്തിൽ സജീവമായി ഇടപെടുകയും അവരെ ജോലിയിലേക്ക് പ്രവേശിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള തീരുമാനം ഉണ്ടാവുകയും ചെയ്യണം എന്നുള്ളതാണ്. അല്ലാത്ത പക്ഷം DYFIക്ക് ഈ വിഷയത്തിൽ പ്രക്ഷോഭം ഏറ്റെടുക്കേണ്ടി വരും.
ഇല്ല, യൂണിവേഴ്സിറ്റി വിഷയത്തിൽ ഇന്നിപ്പോ ഹൈക്കോടതിയിൽ കേസ് വിധി വരാനിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വിധി കൂടി നോക്കിയിട്ട് വേണം അടുത്ത സമര പരിപാടികൾ തീരുമാനിക്കാൻ. യൂണിവേഴ്സിറ്റി സമരത്തിലും ഡിവൈഎഫ്ഐയോ SFIയോ ഒരു കാരണവശാലും പിന്നോട്ടില്ല. അതിലിപ്പോ സുപ്രീം കോടതി വളരെ കൃത്യമായും പറഞ്ഞിട്ടുണ്ട്, VC-യെ നിയമിക്കുന്ന സന്ദർഭത്തിൽ സർക്കാരിന്റെ അഭിപ്രായങ്ങൾ എടുക്കേണ്ടതുണ്ട്, സർക്കാർ ലിസ്റ്റ് പരിഗണിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സുപ്രീം കോടതിയുടെ വിധി പോലും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ചാൻസലർ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ചാൻസലർ ഈ നിലയിൽ തന്നെയാണ് ഇടപെടുന്നതെങ്കിൽ ശക്തമായ സമരത്തിന് ഡിവൈഎഫ്ഐ നേതൃത്വം കൊടുക്കും. ഈ മോഹനൻ കുന്നുമ്മൽ, ഈ കേരള VC, അതുപോലെ തന്നെ കാലിക്കറ്റ് VC, ഈ നമ്മുടെ മറ്റേ സാങ്കേതിക സർവകലാശാലയുടെ VC, ഇവരെല്ലാം, അതുമാത്രമല്ല ഇപ്പൊ RSS വിളിച്ചു ചേർത്ത VC-മാരുടെ യോഗത്തിൽ കേരളത്തിൽ നിന്നും 2-3 VC-മാർ പോയി എന്നാണ് അറിയാൻ വേണ്ടി കഴിയുന്നത്. അപ്പൊ RSS-ന്റെ പരിപാടിക്ക് പോവാൻ ഒരു മടിയില്ലാത്തവരായിട്ട് കേരളത്തിലെ വൈസ് ചാൻസലർമാർ അധപ്പതിക്കുകയാണ്. ഒരു വൈസ് ചാൻസലർ ഓഫീസിൽ വെച്ചാണ് RSS-ന്റെ ഫണ്ട് പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനമൊക്കെ നടക്കുന്നത്. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി കഴിയുക? അപ്പൊ ഇതിനകത്ത് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ സ്വീകരിക്കുന്ന സമീപനമുണ്ട്. അത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് മാത്രമല്ല അങ്ങേയറ്റം RSS-കാർക്ക് അനുകൂലമായ സമീപനം കൂടിയാണ്. അപ്പൊ നമ്മള് കേരളത്തിലെ സർവകലാശാലകളെ, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കാവ്യവൽക്കരിക്കുന്നതിനായിട്ടുള്ള സമരം ശക്തിപ്പെടുത്തുമ്പോൾ ആ സമരത്തെ ദുർബലപ്പെടുത്തുന്ന ചില പ്രസ്താവനകളും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുണ്ടാവുന്നു. അത് RSS-ന് സഹായകരമായി മാറുന്നു എന്നതും കാണേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട സമരത്തിൽ നിന്നും ഒരു പിന്നോക്കം പോക്കില്ല. വരും ദിവസങ്ങളിൽ അതിശക്തമായ നിലയിൽ ഈ വിഷയങ്ങൾ ഉയർത്തും.